ഹായ്, നമ്മൾ ലിമിറ്റിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് റിസൾട്ടുകളാണ് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പഠിച്ചത്. രണ്ട് ഫംഗ്ഷനുകളുടെ ലിമിറ്റ് അറിയാമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സമ്മിൻ്റെ ലിമിറ്റ് എത്ര, അല്ലെങ്കിൽ അതിൻ്റെ ഡിഫറൻസിൻ്റെ ലിമിറ്റ് എത്ര, അല്ലെങ്കിൽ അതിൻ്റെ പ്രോഡക്റ്റിൻ്റെ ലിമിറ്റ് എത്ര, അതിൻ്റെ കോഷ്യൻ്റെ ലിമിറ്റ് എത്ര, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ ഒരു സ്കെയിലാർ കൊണ്ട് ഗുണിക്കുമ്പോൾ കിട്ടുന്ന ഫംഗ്ഷൻ ലിമിറ്റ് എത്ര തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചു നിർത്തിയത്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ നോക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു രണ്ട് പ്രോബ്ലംസാണ് നമ്മളിന്ന് ചെയ്യാൻ പോണത്. അപ്പോൾ പരീക്ഷയ്ക്ക് ഇങ്ങനെയായിരിക്കും ചോദ്യം. ഇതുപോലൊരു പ്രോബ്ലം തരും. ലിമിറ്റ് z ടെൻസ് ടു i 3 + i z റൈസ് ടു 4 - z² / 2 + 2z / z + 1. അപ്പോൾ നോക്കിയേ, ഇവിടെ ന്യൂമറേറ്ററിലും ഒരു ഫംഗ്ഷൻ ഉണ്ട് അല്ലേ, ന്യൂമറേറ്ററിലും ഒരു ഫംഗ്ഷൻ ഉണ്ട്, ഡിനോമിനേറ്ററിലും ഒരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. ന്യൂമറേറ്ററിൻ്റെ ലിമിറ്റ് ആദ്യം കണ്ടുപിടിക്കുക, എന്നിട്ട് ഡിനോമിനേറ്ററിൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കുക. നിങ്ങൾ ന്യൂമറേറ്റർ നോക്കുമ്പോഴത്തേക്ക് അതൊരു എന്താ പറയുക, ഒരു പോളിനോമിയലാണ് അല്ലേ, ഒരു പോളിനോമിയലിൻ്റെ ഫോമാണ്. അപ്പം പോളിനോമിയലിൻ്റെ ഫോമായിട്ട് നമുക്ക് ഡയറക്റ്റ് ആ വില അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി ലിമിറ്റ് കണ്ടുപിടിക്കുമ്പോൾ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ലിമിറ്റ് z ടെൻസ് ടു a f(z) കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ ഇസഡിൻ്റെ സ്ഥാനത്ത് a എന്ന് കൊടുത്താൽ മതി. എപ്പോൾ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്നുണ്ടെങ്കിൽ. ഇത് നിങ്ങൾ സ്കൂളിലോട്ട് പഠിക്കുക അല്ലെങ്കിൽ ഒരു ഹയർ സെക്കൻഡറിലോട്ട് പഠിക്കുന്ന ഒരു പരിപാടിയായിരിക്കും. ഇവിടെ ഫംഗ്ഷൻ നമ്മുടെ എന്താണ്, പോളിനോമിയലാണ് അല്ലേ. പോളിനോമിയൽ എന്ന് പറയുന്ന ആൾ എന്തായാലും എന്താണ്, കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ഫംഗ്ഷനാണ് എപ്പോഴും. സോ നമുക്കിവിടെ ഡയറക്റ്റ് ആ വില അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ അതാണ് ഈ എഴുതിയിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ന്യൂമറേറ്ററിൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കുകയാണ്. സോ നമ്മളപ്പം എങ്ങനെ എഴുതും വേണമെങ്കിൽ ഞാൻ എഴുതി കാണിക്കാം, ഡീറ്റെയിൽ ആയിട്ട് എഴുതി കാണിക്കാം. ലിമിറ്റ് z ടെൻസ് ടു i 3 + i z റൈസ് ടു 4 - z² + 2z. ഇതിന് നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം? നമുക്ക് സെപ്പറേറ്റ് ഫംഗ്ഷനുകളുടെ ലിമിറ്റ് ആക്കാം. അപ്പോൾ ലിമിറ്റ് z ടെൻസ് ടു i 3 + i z റൈസ് ടു 4 - ലിമിറ്റ് z ടെൻസ് ടു i z² പ്ലസ് ലിമിറ്റ് z ടെൻസ് ടു i to z. എഴുതാലോ, നമ്മൾ ലിമിറ്റ് സ്പ്ലിറ്റ് ചെയ്തു ഫംഗ്ഷൻ വെച്ചിട്ട്. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 3 + i എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റാണ്. ആ കോൺസ്റ്റൻറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ ഔട്ട് സൈഡ് എടുക്കാം. ഞാൻ മുകളിലോട്ട് എഴുതാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ 3 + i ഔട്ട് സൈഡ് എടുത്തിട്ട് കോൺസ്റ്റൻ്റ് ആണല്ലോ, ലിമിറ്റ് z ടെൻസ് ടു i z റൈസ് ടു 4. അടുത്തതിൽ പിന്നെ കോൺസ്റ്റൻ്റ് ഇല്ല, ലിമിറ്റ് z ടെൻസ് ടു i z² നമുക്ക് ഡയറക്റ്റ് എഴുതാം. ലിമിറ്റ് z ടെൻസ് ടു i z². അടുത്ത് നോക്കുമ്പോൾ ഇവിടെ ഒരു 2 ഒരു കോൺസ്റ്റൻ്റ്. സോ വേണമെങ്കിൽ നമുക്ക് 2 വേണമെങ്കിൽ ഔട്ട് സൈഡ് എടുക്കാം. 2 ലിമിറ്റ് z ടെൻസ് ടു i z². ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, ഇസഡിൻ്റെ സ്ഥാനത്ത് ഈ ഐയുടെ വില അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് മതി. അതാണ് ഇതാ ഈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ സ്റ്റെപ്പാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നിലവിൽ. ഇനി ആ ഇസഡിൻ്റെ പ്ലേസിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഐയുടെ വില കൊടുക്കുന്നു. അപ്പം i റൈസ് ടു 4 എന്ന് പറയുന്ന 1 കിട്ടും, ഇവിടെ i² എന്ന് പറയുന്ന -1 കിട്ടും, ഇവിടെ നമ്മൾ i ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്. സോ അപ്പോഴാണ് നമുക്ക് ഇതാ ഈ സ്റ്റെപ്പ് കിട്ടിയത്. ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും, 4 + 3i എന്ന് പറയുന്ന വാല്യൂ നമുക്ക് കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ ന്യൂമറേറ്ററിൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കുന്നത്. സിമിലർലി നമ്മൾ എവിടുത്തെ ലിമിറ്റ് കണ്ടുപിടിക്കണം, ഡിനോമിനേറ്ററിൻ്റെ ലിമിറ്റ് നോക്കണം. നമ്മൾ ഡിനോമിനേറ്ററിൽ നോക്കുമ്പോൾ നമ്മുടെ ഡിനോമിനേറ്റർ ഫംഗ്ഷൻ ആരാ, z + i. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ലിമിറ്റ് z ടെൻസ് ടു i z+1. ഞാൻ പറഞ്ഞു ഇത് ഡയറക്റ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇസഡിൻ്റെ പ്ലേസിൽ ഐയുടെ വില അങ്ങോട്ട് കൊടുത്താൽ മതി. സോ നമുക്ക് എന്ത് കിട്ടും, 1 + i എന്ന് കിട്ടും. സോ നമുക്ക് 1 + i എന്ന് ഡിനോമിനേറ്ററിൽ കിട്ടി. ഇനി നമ്മൾ പഠിച്ച റിസൾട്ടിൻ്റെ പ്രോപ്പർട്ടി വെച്ചപ്പം നമ്മൾ ലിമിറ്റ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ ന്യൂമറേറ്ററിൽ കിട്ടിയ വാല്യൂ 4 + 3i സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഡിനോമിനേറ്ററിൽ 1 + i സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, ഇനി വേണമെങ്കിൽ ഒരു സ്റ്റെപ്പ് കൂടെ ഫർദർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം മറ്റേ കോഷ്യൻറ്റിനെ സിംപ്ലിഫൈ ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി, 1 - i കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും എന്ത് ചെയ്താൽ മതി, മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് ഈ ആൻസറിലേക്ക് കിട്ടും. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ ഉപയോഗിച്ച റിസൾട്ട് എന്ന് വെച്ചാൽ ഇതാണ്, ലിമിറ്റ് ഒരു z ടെൻസ് ടു a f(z) / g(z) ഈക്വൽ ടു limit z tends to a f of z by
ലിമിറ്റ് ഇസഡ് ടെൻസ് ടു എ ജി ഓഫ് ഇസഡ്. കണ്ടോ, നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതാണ് ആക്ച്വലി നമ്മൾ ഉപയോഗിച്ച പ്രിൻസിപ്പിൾ. ഓക്കെ, ഇനി സിമിലർലി നമുക്ക് അടുത്തൊരു പ്രോബ്ലത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്, ഫൈൻഡ് ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. ഈ ഫംഗ്ഷനിൽ ലിമിറ്റ് കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മൾ ഇവിടെയും സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ന്യൂമറേറ്ററിൻ്റെ ലിമിറ്റ് ആദ്യം കണ്ടുപിടിക്കുക. സോ നമ്മൾ ന്യൂമറേറ്ററിൻ്റെ ലിമിറ്റ് ഇതേ കണ്ടുപിടിക്കുന്നു. അപ്പോൾ നമുക്ക് പോളിനോമിയലാണ്, പോളിനോമിയൽ അതിന് കണ്ടിന്യൂസ് ആയിട്ട് ഡയറക്റ്റ് ആ ലിമിറ്റ് ഏതാണോ പോയിന്റ് കണ്ടുപിടിക്കേണ്ട ആ വാല്യൂ കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ 1 + √3i² അങ്ങോട്ട് കൊടുത്തു, -2 1 + √3i കൊടുത്തു, 4 കൊടുത്തു. ഇനി അതിനെ സിംപ്ലിഫൈ ചെയ്യാം. അതിനെ സിംപ്ലിഫൈ ചെയ്തിട്ടപ്പോഴത്തേക്ക് നമുക്ക് കിട്ടിയ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ്, 0 എന്ന് പറയുന്ന വാല്യൂ ആണ് നമുക്ക് എത്ര കിട്ടിയത്. സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന എത്രയാണ്, 0 ആണ് കിട്ടിയത്. ഇനി അപ്പോൾ നമുക്ക് ന്യൂമറേറ്ററിൽ വില എത്ര കിട്ടി, 0 എന്ന് കിട്ടി. ഇനി ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ ലിമിറ്റ് കണ്ടുപിടിക്കുക. ഡിനോമിനേറ്റർ ഇതാണ്, z - 1 - √3. അപ്പോൾ ഇസഡിൻ്റെ പ്ലേസിൽ 1 + √3i സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1 + √3i - √3 ചെയ്യുമ്പോഴത്തേക്ക് അതും എന്ത് വരും, 0. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 0/0 എന്ന് കിട്ടും. പക്ഷെ നമുക്കിതിങ്ങനെ എഴുതാൻ പറ്റത്തില്ല. നമ്മൾ പറയുന്നുണ്ട് ലിമിറ്റ് കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് ഡിനോമിനേറ്റർ ഇപ്പം L/m എന്നാണ് നമുക്ക് ലിമിറ്റ് കിട്ടുന്നതെങ്കിൽ m എന്താകാൻ പാടില്ല, 0 ആകാൻ പാടില്ല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളെന്ന് വെച്ചാൽ ഈ ഫംഗ്ഷൻ ഒന്നുകൂടെ ക്ലോസ്ലി ഒബ്സർവ് ചെയ്യണം. നമ്മുടെ ഫംഗ്ഷൻ z² - 2z + 4 ഡിവൈഡഡ് ബൈ z - 1 - √3i. മുകളിൽ കിടക്കുന്ന ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. ഞാൻ നിങ്ങളെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട് കണ്ടുപിടിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പഠിപ്പിച്ചാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. -b + or - √b² - 4ac/2a. അത് ഉപയോഗിച്ച് നമുക്ക് 2 റൂട്ട് കിട്ടും. ആ റൂട്ടുകളാണ് ഈ കിടക്കുന്നത്. അത് ഉപയോഗിച്ച് നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്തു. അപ്പോൾ ഇതാണ് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്തു, z - 1 ഡിവൈഡ് ബൈ -1 √3. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്, നമുക്കിവിടെ ക്യാൻസൽ ചെയ്യാൻ പറ്റും. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും സെയിം ടൈം വന്നിട്ടുണ്ട്. സോ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും വന്നിരിക്കുന്ന സെയിം ടൈമിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ക്യാൻസൽ ചെയ്യുന്നു. അതാണ് ഈ എഴുതിക്കുന്ന സ്റ്റെപ്പ്. ഓക്കെ, അപ്പോൾ നമ്മൾ സെയിം ആയിട്ടുള്ള സ്റ്റെപ്പ് ക്യാൻസൽ ചെയ്യുമ്പോൾ എന്താ, ഈ ടേമും ക്യാൻസൽ ആയിപ്പോയി. മിച്ചം നമുക്ക് ഇത് കിട്ടും. ഓക്കെ, ഇനിയിപ്പോൾ ഇവിടത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും, ഇസഡിൻ്റെ പ്ലേസിൽ 1 + √3i എന്ന് പറയുന്ന വില അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 2 √3i എന്ന് കിട്ടും. ഓക്കെ, സോ നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് അപ്പോൾ എന്ത് കിട്ടും, 2 √3i എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുന്നത്.